अस्सलामु अलैकुम എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കിണ്ണത്തപ്പം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കളർ കണ്ടിട്ട് നിങ്ങൾക്ക് കളർ ചേർത്തിട്ടുണ്ടെന്ന് തോന്നാം. അപ്പോൾ കളർ ഒന്നുമില്ല, മുട്ട ചേർത്തിട്ടില്ല, അരി അരച്ചിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ രണ്ട് പ്ലേറ്റ് കിണ്ണത്തപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പ്ലേറ്റ് കിണ്ണത്തപ്പം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ചേർക്കുന്ന അളവുകളെല്ലാം നിന്ന് നേർ പകുതി അളവ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ വീട്ടിൽ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു കറക്റ്റ് മധുരമാണ്. ഇനി ഒരല്പം കൂടുതൽ വേണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക പഞ്ചസാരയിൽ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ കട്ടയെല്ലാം ഒന്ന് മാറിയതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവൂ. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയമൊന്നും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം, അതായത് നെയ്യ് എന്തായാലും ഈ സമയം അരിയിൽ ചൂടാക്കിയാലേ അരിയുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കട്ടയെല്ലാം മാറിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മളൊരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് സൈഡൊക്കെ ഒന്ന് ചൂടായി ഒന്ന് തിക്കായിട്ട് വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം കൈ എടുക്കാതെ നമുക്ക് കുറുക്കിയെടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കുറുക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നതുകൊണ്ട് നമുക്കൊരു വാനില ഫ്ലേവർ ഈ ഒരു കിണ്ണത്തപ്പത്തിന് എടുത്ത് നിൽക്കും. അപ്പോൾ മുട്ടയൊന്നും, കാരണം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കിണ്ണത്തപ്പത്തിൻ്റെ വേറെയും വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു മുട്ട ചേർക്കാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും കിണ്ണത്തപ്പം നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മതി, ഒരുപാട് കുറുക്കിയെടുക്കണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന പാകമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 സെക്കൻഡോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് അവിടെ നമ്മളിപ്പോൾ പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് അത് ഇരുന്ന് കട്ട പിടിച്ചു പോകും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കിണ്ണത്തപ്പത്തിൻ്റെ കൂട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കട്ട ഇടയ്ക്ക് അല്ലെങ്കിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി കറക്റ്റ് ഒരു 20 മിനിറ്റ് നമുക്ക് പുറത്ത് വയ്ക്കാം. 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതി. അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ച് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയല്ല, തണുപ്പിച്ച് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഒരു 2 മണിക്കൂർ പുറത്ത് വെച്ചാലും മതി, പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. 2 മണിക്കൂർ തന്നെ വേണം എന്നില്ല, ഞാൻ ആ ചൂട് കംപ്ലീറ്റ് മാറാൻ വേണ്ടിയിട്ടാണ് 2 മണിക്കൂർ പറഞ്ഞത്. ഇപ്പോൾ തന്നെ സൈഡ് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അവർ പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിണ്ണത്തപ്പം ആ പ്ലേറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും തന്നെ ക്രാക്കോ അല്ലെങ്കിൽ സൈഡിൽ എന്തെങ്കിലും ഷേപ്പ് ഇല്ലാതെ അങ്ങനെയൊന്നും അല്ല, അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പീസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോ സെക്ഷൻ ഒന്ന് നോക്കുക. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കിണ്ണത്തപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലോ മെയിലിലോ എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്യുക. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamu alaikum.